നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന വേടന്റെ പരിപാടിയെ ചൊല്ലി വലിയ വിവാദങ്ങളാണ് വീണ്ടും ഉണ്ടായത്. അതായത് വേടൻ പരിപാടി നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ പ്രശ്നമുണ്ടാകുന്നു, തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അവിടെ ആ പരിപാടി നടത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലങ്ങൾ, വേദികൾ, ഇതൊക്കെ ഈ വേടന്റെ ആരാധകർ എന്ന് പറയുന്ന ആളുകൾ വന്നിട്ട് വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നതായിട്ടാണ് നമുക്ക് പുറത്തു വരുന്ന വാർത്തകളും വിവരങ്ങളും. ഇവിടെ ചോദ്യമായി ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ വേടന്റെ പിന്നിൽ ആരാണ്? അങ്ങനെ നിഷ്കളങ്കമായി ഒരു ജാതിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു പാട്ടുകാരനാണ്, ആധുനിക സംഗീതത്തിന്റെ വക്താവാണ് വേടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ അല്ലെങ്കിൽ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരാൾ മാത്രമാണോ വേടൻ എന്നുള്ളതാണ് ചോദ്യം. ചേച്ചി, ഇവിടെ പല തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് വേടൻ ജാതീയതക്കെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ടാണ് അയ്യങ്കാളിയെയും അതുപോലെ തന്നെ ഈ എന്താണ് പറയുന്നത് ഈ പിന്നെ ഒരു തരത്തിൽ ഈ ദളിത് വിഭാഗത്തിന്റെ ആളുകളെ മാത്രം പ്രൊജക്ട് ചെയ്യുന്നു? അദ്ദേഹം ഈ പറയുന്നത് പോലെ ശ്രീനാരായണ ഗുരുവുണ്ട്, അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഇവരെ ഒന്നും പറയുന്നില്ല. ഇവരൊക്കെ നവോത്ഥാന നായകരാണ്. ശ്രീനാരായണ ഗുരുവിനേക്കാൾ വലിയ നവോത്ഥാന നായകനാരുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതൊന്നും പറയുന്നില്ല. അപ്പോൾ മാത്രമല്ല, മോദിയെ തെറി വിളിക്കുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പുറത്തു വരുന്നത് മോദിക്കെതിരായിക്കൊണ്ടുള്ള കൃത്യമായ വ്യക്തി അധിക്ഷേപം. മോദി ഈ നാഷണാലിറ്റിക്കെതിരാണ്, കപട ദേശീയവാദിയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രാമക്ഷേത്രത്തിന്റെ അടക്കം ഇദ്ദേഹത്തിന്റെ ഈ വേടന്റെ പല വരികളിലും ഒളിച്ചു കടത്തപ്പെടുന്നത് രാജ്യത്തിനെതിരായിക്കൊണ്ടുള്ള പല വികാരങ്ങളും ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? നമ്മളെ ഇത് പറയുമ്പോൾ തെറി വിളിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്, പക്ഷെ ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ? അതെ, തീർച്ചയായും. ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ, അതായത് വേടനുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായി, സർക്കാർ എപ്പോൾ മുതൽ ന്യായീകരിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ പറയുന്ന വളരെ കൃത്യമായി തന്നെ പറയുന്ന കാര്യമുണ്ട്. വേടന്റെ സംഗീതം എന്ന് പറയുന്ന, വേടൻ മുന്നോട്ട് വെക്കുന്ന ആ വരികൾക്ക് പിന്നിൽ, ആ പോയട്രിക്ക് പിന്നിൽ തീർച്ചയായും ഒരു ടൂൾ കിറ്റ് ഉണ്ട് എന്ന സംശയം വ്യാപകമാകുന്നത്. ഒന്ന്, വേടനെ പോലെ ഒരു ആൾ, അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം പോലും നന്നായി ലഭിക്കാത്ത ഒരാൾ, അയാൾ ഇത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ഇത് കാണിക്കുന്നു എന്നുള്ളത്, ഇത്തരം വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ലോകമടക്കമുള്ള എല്ലാ രാഷ്ട്രീയവും അയാൾ ചർച്ച ചെയ്യുന്നു എന്ന രീതിയിലാണ് വരികൾ വരുന്നത്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് അയാൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇയാളുടെ വരികൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏതോ ഒരു കോണിൽ നിന്ന് ഇയാൾക്ക് ടൂൾ കിറ്റ് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇനി അതുമടക്കം മറ്റുള്ള കാര്യങ്ങൾ നോക്കിയാൽ, ഇപ്പോൾ ജാതീയതയ്ക്കെതിരെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കേരളത്തിലെ ജനങ്ങളെല്ലാം വേടനെ ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിനെ പോലും അദ്ദേഹത്തെ ഒന്ന് പുകഴ്ത്തുകയോ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുകയോ ചെയ്യാത്ത വേടൻ അംബേദ്കറിസ്റ്റുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ പറയുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജാതി മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് അത് ഉന്നത വിഭാഗങ്ങളിലുള്ളവരോടുള്ള അവരോടുള്ള ദേഷ്യം കാണിക്കുന്ന തരത്തിലുള്ള വരികൾ എഴുതുമ്പോൾ തീർച്ചയായും നമ്മുടെ ഭരണഘടനയെ തന്നെ അവഹേളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ ഇടയിൽ ജാതീയത ഉണ്ടെന്ന് പറയുന്ന ഒരു മൈന്യൂട്ട് അംശം മാത്രമാണ്. ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും വലിയ രീതിയിൽ പണ്ടുണ്ടായിരുന്നതിൻ്റെ എത്രയോ മുന്നേറിക്കഴിഞ്ഞു നമ്മൾ. അതിന് കാരണക്കാരെ ഇന്ന് നമുക്കറിയാം. രാഷ്ട്രപതി അടക്കമുള്ളവർ ആരാണെന്ന് നമുക്കറിയാം. ഇപ്പൊ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുമ്പോൾ അദ്ദേഹം സവർണനല്ല. മനസ്സിലായി? പ്രധാനമന്ത്രിയെ വെറുതെ ഇരുന്ന് അധിക്ഷേപിക്കുമ്പോൾ സവർണനായ പ്രധാനമന്ത്രിയല്ല നമുക്കുള്ളത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതല്ല ഇതിന്റെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഇയാളെ ആരോ ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഒരു വിഘടനവാദം, അത് കറക്റ്റായി തന്നെ NR മധു പറഞ്ഞ, കേസരി പത്രാധിപർ പറഞ്ഞ കാര്യം ശരിയാണ്. ഇവിടെ വിഘടനവാദം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറത്തേക്ക് വേടന്റെ വരികൾക്കോ വേടന്റെ പാട്ടിനോ വേടന്റെ സംഗീതത്തിനോ ഒന്നും തന്നെ ഒരു പ്രസക്തിയുമില്ല. ഇവിടെ നോക്കൂ, നമ്മൾ കാണുന്നത് അരാഷ്ട്രീയപരമായ ഒരു തലമുറയാണ് നമ്മൾ വളർന്നു വരുന്നതെന്ന് നമ്മൾ ഏവരും എപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഇന്ത്യയിൽ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം നിൽക്കുമ്പോൾ ആ യുദ്ധസമാനമായ അന്തരീക്ഷം ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും, നമ്മളെപ്പോലുള്ള ആൾക്കാർ, നമ്മുടെ അതേ തലമുറയിലുള്ളവർ, രാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉറ്റുനോക്കുന്ന ഏത് സമയത്ത് യുദ്ധം സംഭവിക്കുമോ, എന്താണ് സംഭവിക്കുക, അടുത്ത സെക്കൻഡിൽ എന്താണ് ഉണ്ടാകുന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു തലമുറയിൽപ്പെട്ട കുട്ടികൾ മുഴുവൻ പോയിട്ട് വേടന്റെ പാട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ക്യൂ നിൽക്കുകയും ബഹളം ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യണം. എന്നിട്ട് ഇവർ പറയുന്നത് ന്യായമോ? വേടന്റെ സംഗീതം, വേടന്റെ വരികൾ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നുള്ളതാണ്. വേടന്റെ ഏതെങ്കിലും ഒരു വരികൾ കേട്ടിട്ട് അതിൽ ആർക്കെങ്കിലും വിഘടനവാദമല്ലാതെ ആർക്കെങ്കിലും ഈ വരികളെക്കുറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്ത ഉണ്ടാവുമെങ്കിൽ അവർ തീർച്ചയായും രാജ്യത്തിന് അനുകൂലമായി ചിന്തിക്കേണ്ടവരല്ലേ? ഒരു യുദ്ധം നടക്കുന്ന, യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമകാലീന സംഭവ വികാസങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന വേടന്റെ വരികൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഇതും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമല്ല, ഈ കഞ്ചാവ് അടക്കമുള്ള, ഞാൻ മനസ്സിലാക്കുന്നത് ഈ വേടന്റെ ഓഡിയൻസ് 90%
ഇപ്പോൾ ഇടതുപക്ഷം കുറെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് അതിന് വ്യക്തമായ കാര്യമുണ്ട്. കാരണം കേരളത്തിൽ ജാതീയത നിലനിൽക്കേണ്ട ഇടതുപക്ഷത്തിന്റെ ആവശ്യമാണ്. ഈ ജാതീയത പറഞ്ഞും ജനങ്ങളെ വിഘടിപ്പിച്ചും ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയും മാത്രം നിലനിന്നു പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എന്നും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം എന്ന് പറയുമ്പോൾ ഇല്ലാത്തവൻ ഉണ്ടായെങ്കിൽ മാത്രമേ അവന്റെ ദാരിദ്ര്യത്തെ മുതലെടുത്തുകൊണ്ട് CPM-ന് വളർച്ചയുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ദാരിദ്ര്യത്തെ മാർക്കറ്റ് ചെയ്യുകയും ദാരിദ്ര്യത്തെയൊക്കെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ആ ദാരിദ്ര്യമുള്ളവനെ മറ്റുള്ള സവർണർക്കെതിരെ തിരിക്കുക, അല്ലെങ്കിൽ ജന്മിക്കെതിരെ തിരിക്കുക, ആ ജന്മിയെ ഉപദ്രവിക്കാനുള്ള കോപ്പ് കൂട്ടുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എന്നും ഇത്തരത്തിൽ ജാതിയെ ഉപയോഗിച്ചിട്ടുള്ളത് CPM തന്നെയാണ്. അവിടെയാണ് നമുക്ക് ഒരാൾക്ക് കിട്ടേണ്ട അംഗീകാരം കിട്ടേണ്ടെന്ന അഭിപ്രായമുള്ള ആളല്ല ഞാൻ. വിദ്യാഭ്യാസമുള്ളതും സംസ്കാരമുള്ളതും ഉള്ള ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ കൂടെയുള്ള എല്ലാ ആൾക്കാരും ഒരുപോലെ പുരോഗമിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ അധസ്ഥിത വിഭാഗമായി നിലനിർത്തുക എന്നുള്ളത് പുരോഗമനത്തിന്റെ തോതയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ, നമുക്കറിയാമല്ലോ പ്രധാനമന്ത്രി പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. നമ്മുടെ രാഷ്ട്രപതി നമ്മൾ പല വിഭാഗങ്ങളിൽ നിന്ന്, ഇപ്പൊ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് രാഷ്ട്രപതി ഉണ്ടായി. ഇപ്പോ ദ്രൗപദി മുർമുവിനെ പോലെ ഒരാൾ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ ജാതീയതയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സിനിമയിലായാൽ സിനിമയിൽ എത്ര പേര് ഏതൊക്കെ വിഭാഗക്കാരാണ്. എനിക്കറിയാവുന്ന ഏറ്റവും പ്രഗത്ഭനായ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മലയാളത്തിലെ സംവിധായകനായിരുന്നു ലെനിൻ രാജേന്ദ്രൻ. അദ്ദേഹം പിന്നൊക്കെ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. ഒരിക്കലും അദ്ദേഹം ജാതി പറഞ്ഞിട്ടില്ല. ഞാനും ലെനിൻ സാറും തമ്മിൽ നല്ല അടുത്ത ബന്ധമുള്ള ആൾക്കാരായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എപ്പോഴും ചായ കുടിക്കാൻ പോകുമ്പോൾ എനിക്ക് ലെനിൻ സാറിന്റെ കഥകൾ, സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സിനിമയെക്കുറിച്ചുള്ള കഥകൾ, രാഷ്ട്രീയം, ഇതൊക്കെ കേൾക്കാൻ പുള്ളി ഒരുപാട് വർഷത്തെ കാര്യങ്ങൾ ഇങ്ങനെ അദ്ദേഹം പറയുമായിരുന്നു. അപ്പൊ അതൊക്കെ കേൾക്കാൻ ഏറെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. മോഹൻ സിത്താരയെ നോക്കിയാലും വിദ്യാധരൻ മാഷിനെ നോക്കിയാലും ജാസി ഗിഫ്റ്റിനെ നോക്കിയാലും ഇവരൊന്നും, കലാഭവൻ മണിയെ നോക്കിയാലും ഇവരൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്. അവരെ ആരെയും ജാതി പറഞ്ഞുകൊണ്ട് എവിടെ ഒന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. ഇവിടെ വേടൻ എന്ന് പറയുന്ന ഒരാൾ ആ ഒരു ശാഖയിൽപ്പെടുന്ന ആള് പോലുമല്ല. സിനിമയുമായോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധമുള്ള ഒരാളെ അല്ല. അപ്പോൾ ഏതോ ഒരു സിനിമയിൽ ഇപ്പൊ അടുത്ത കാലത്ത്, പക്ഷെ അവിടെയും കിട്ടിയ അംഗീകാരം, നല്ല അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരാളാണ് വേടൻ. അപ്പോൾ വേടൻ പിന്നെയും പറയുന്നത് വേടനെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ വേടൻ ജാതീയത മുന്നോട്ട് വെക്കുമ്പോൾ തീർച്ചയായും ഇത് നിലനിർത്തേണ്ടത് ഇവിടെ ചിലരുടെ ആവശ്യമാണ്. പ്രത്യേകിച്ച് BJP-യുടെ വളർച്ച തടയുക എന്നൊരു ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട്. കാരണം കേരളത്തിൽ ഒരു നറേറ്റീവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സവർണരാണ് BJP-യിലുള്ളത്. ഞാൻ നോക്കിയിട്ട് സവർണരല്ല BJP-യിലുള്ളത്. ഞങ്ങളാരും ഈ BJP-യിൽ അല്ലെങ്കിൽ സംഘപരിവാറിലെ ഞാൻ കണ്ടിട്ടുള്ള BJP-ക്കാരൊന്നും പരസ്പരം ജാതി പറയുകയോ അല്ലെങ്കിൽ എന്താണെന്ന് പോലും അറിയാത്തവരാണ്. ഞാനത് മനസ്സിലാക്കിയിട്ടുള്ള ആളുമാണ്. എനിക്കറിയാം, ഞാൻ ഒരുപാട് പേരെ അത്തരത്തിൽ കണ്ടിട്ടുണ്ട്. ആർക്കും ആരുടെയും ജാതി പോലും അറിയില്ല. RSSന്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ആരാണെന്നും ഏതാണെന്നും ഒന്നും അറിയാൻ മനസ്സിലാകാനേ സാധിക്കില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ജാതീയത കുറവുള്ള ഒരു സംഘടനയെ ജാതീയ സംഘടന അല്ലെങ്കിൽ സവർണ ഫാസിസം എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നറേറ്റീവ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ CPM ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നറേറ്റീവ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം മാത്രമാണ് ഉണ്ടാവുന്നത്. ഇതിന്റെ പിന്നിൽ ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. മയക്കുമരുന്ന് ലോബി പോലും ഉണ്ടാകാനുള്ള സംശയങ്ങളുണ്ട്. കാരണം ഈ പാട്ട് കേൾക്കാൻ വരുന്ന അവിടുത്തെ ആൾക്കാരുടെ ഈ അക്രമ സ്വഭാവം അത് കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇന്നലെ കഴിഞ്ഞ ദിവസം കോട്ടമൈതാനത്തെ വേസ്റ്റ് ബിൻ അടക്കം എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് സംഗീതം കേൾക്കാനോ അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞനെ അല്ലെങ്കിൽ അയാളുടെ കഴിവിനെ, അയാളുടെ പ്രതിഭയെ പ്രോത്സാഹിപ്പിക്കാൻ വരുന്ന ഒരാൾ കള്ളും കഞ്ചാവും അടിച്ചുകൊണ്ട് അവിടെ വന്നു കിടന്ന് ബഹളം ഉണ്ടാക്കുകയല്ലോ ചെയ്യേണ്ടത്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വരുന്നവർ ഒരു ആൾക്കൂട്ടം മാത്രമാണ്, താൽക്കാലികമായ ഒരു പ്രതിഭാസം എന്നതിനപ്പുറത്തേക്ക് വേടനെ വിലയിരുത്തേണ്ടതുണ്ടോ എന്ന് സംശയിക്കണം. ഇപ്പൊ നമ്മൾ ജ്യോതി മൽഹോത്ര പോലുള്ള യൂട്യൂബേഴ്സ് വരുന്ന കാലഘട്ടമാണ്. അത്തരത്തിലുള്ള രാജ്യവിരുദ്ധ കണ്ടന്റുകളുമായി അതിന് അനുകൂലമായി ചിന്തിക്കുന്നവരെന്ന് കാണിച്ചുകൊണ്ടാണ് ജ്യോതി മൽഹോത്ര അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വേടന്റെ പാട്ടുകൾ വിഘടനവാദം ഉണ്ടാക്കുന്നത് തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം VD സതീശൻ ഒരു കാര്യം പറഞ്ഞു. അതായത് വേടനെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കണമെന്നാണ് VD സതീശൻ പറഞ്ഞത്. നോക്കൂ, ഒരാൾക്ക് ഒരു പ്രാവശ്യം അബദ്ധം പറ്റുന്നത് ഓക്കെ, നമുക്ക് എല്ലാവർക്കും അബദ്ധം പറ്റും. അത് പ്രത്യേകിച്ച് ഈ കഞ്ചാവ് പോലത്തെ കാര്യങ്ങൾ നമുക്കത് പറയാം. പക്ഷെ അങ്ങനെ കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഒരു തവണ അബദ്ധം പറ്റുമ്പോഴും ഇത് ഒന്നാമത്തെ അബദ്ധമല്ല. ഇത് ആദ്യം ഇടുക്കിയിൽ നിന്ന് പിടിച്ചു, കേസായി, പ്രശ്നമായി. ഇത് രണ്ടാമത്തെ പിടിക്കലാണ് പിടിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ട്, വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. ഈ സ്ത്രീകൾക്ക് അനുകൂലമായി നിൽക്കുന്ന സർക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ VS അച്യുതാനന്ദന്റെ കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഒരു പ്രമുഖ നടൻ ഒരു പീഡന കേസിൽ പെട്ടതുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം വേദി പങ്കിടില്ല എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്ത് തെമ്മാടിത്തരവും ചെയ്യുന്ന ഒരാളെ പിടിച്ച് കുറച്ച് ആരാധകന്മാരുണ്ട് എന്നതുകൊണ്ട് മാത്രം ഇവരുടെ നിലപാടുകളിൽ മൊത്തം വെള്ളം ചേർത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നാളെ എന്നെ ഒരു കഞ്ചാവ് കേസിൽ പിടിച്ചാൽ അടുത്ത ദിവസം എന്നെ അംബാസഡർ ആക്കുമോ ഇവര്? അതൊരു ചോദ്യമല്ലേ. നമ്മുടെ നാട്ടിൽ പോലും നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല. പക്ഷെ
ഇവർക്ക് അനുകൂലമായ പൊളിറ്റിക്സ് ഉണ്ടാക്കുന്നതിൽ വേടൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ചേച്ചി പറഞ്ഞു നിർത്തിയെടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ കേരളത്തിൽ ജാതിക്ക് അതീതമായ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് പാടില്ല. ഇവിടെ ഈ സുഡാപ്പികൾക്ക് ഇവിടെ ഈ സുഡാപ്പികൾക്ക് എന്ത് വേണം? ഈ ഹിന്ദു മതത്തിലെ ഈ സവർണ അവർണ കാര്യങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം. അവരുടെ നേരെ ഒന്നും പോകാൻ പാടില്ല. അതുകൊണ്ടാണ് അവരിതിങ്ങനെ ഒരു എന്താണ് കൃത്യമായി ഈ വേടനെ ഇങ്ങനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതെ. ഞാൻ ആലോചിക്കുമ്പോൾ വേടനെ ആദ്യം പിടിച്ചൊരു കഞ്ചാവ് കേസിൽ, ആ കഞ്ചാവ് കേസിൽ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടു. രണ്ടാമത് ഈ കഞ്ചാവ് കേസ് എന്തുകൊണ്ടാണ് പൊങ്ങി വന്നതെന്നറിയില്ല. ഒരു ഗായിക ഇതുപോലെ തുണി ഉരിഞ്ഞ് എറിയുന്ന ഒരു സ്റ്റേജിൽ വന്നിട്ട് ഓരോ തുണിയായിട്ട് ഉരിഞ്ഞെറിയുന്ന ഒരു ഗായികയുണ്ട്. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഓരോന്നായി ഉരിഞ്ഞ് എറിയും. അത്തരത്തിലൊരു ഗായികയെ അടുത്ത കാലത്തായി അവരുടെ ഫ്ലാറ്റിൽ അവരുടെ ഭർത്താവിനെ പിടിച്ചിട്ടുണ്ട്. ആരും അറിഞ്ഞിട്ടില്ല, അവരെ പ്രതിയാക്കിയിട്ടില്ല. അപ്പോൾ ഈ കള്ളും കഞ്ചാവും ഒക്കെ പ്രൊമോട്ട് ചെയ്യേണ്ട ഇവരുടെ ആവശ്യമാണെന്നേ. CPM-ന്റെ ആവശ്യമാണ് കള്ളും കഞ്ചാവും ഒക്കെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നമുക്കറിയാമല്ലോ കഞ്ചാവ് കേസിൽ ലഹരി കേസിൽ ആരെയാണ് പിടിച്ചത്? ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ മകനെ ലഹരി കേസിൽ അകത്തുപോയ സംസ്ഥാനമാണിത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വേടൻ ആദ്യത്തെ കേസിലല്ല പെടുന്നത്, രണ്ടാമത്തെ കേസിലാണ്. ആ കേസിൽ നിന്ന് വേടന്റെ കയ്യിൽ നിന്ന് അന്ന് വെയിറ്റിംഗ് മെഷീൻ പിടിച്ചിട്ടുണ്ട്. എന്തിനാണ് വെയിങ് മെഷീൻ അവിടെ വെച്ചിരിക്കുന്നത്? അത് ഒന്ന്. രണ്ട്, കഞ്ചാവ് 5 ഗ്രാം പിടിച്ചോളെന്ന് പറയുമ്പോഴും വേടന്റെ ഫ്ലാറ്റിൽ പണം ഉണ്ടായിരുന്നു. വേടൻ കച്ചവടം ചെയ്ത് കഴിഞ്ഞ് ബാക്കി വന്ന കാശാണോ എന്ന് സംശയം തോന്നില്ല. ആ കിട്ടിയ കാശും ബാക്കി വന്ന കഞ്ചാവും ഇയാളുടെ കയ്യിലാവാനുള്ള സാധ്യതകളില്ലേ? അതുപോലെ ഇയാളുടെ പുലിപ്പല്ല് പിടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇതിൽ ഒരുപാട് തരത്തിലുള്ള ക്രൈം നടന്നിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് വേടനെ പിടിച്ചു, പ്രശ്നമായി എന്ന് കാണുമ്പോൾ പെട്ടെന്നൊരു ട്വിസ്റ്റ് എടുത്തുകൊണ്ട് പെട്ടെന്ന് കുറച്ച് ആൾക്കാർ പെട്ടെന്ന് വരുന്നു, അവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു വേടനെ. പെട്ടെന്നൊരു മാറ്റമാണ്. ഒരു ഒറ്റ കോണിൽ നിന്നാണ് അത്. ഇത് അല്ലാതെ നമ്മളിപ്പോൾ ഒരു ക്യാമ്പയിൻ നടത്തുന്നു, ആ ക്യാമ്പയിനിൽ ഇവിടുന്ന് പൊങ്ങി വന്നാൽ ദിവസങ്ങളെടുക്കും ഒരു ക്യാമ്പയിൻ ശക്തി പ്രാപിക്കാൻ. ഇത് ഒറ്റയടിക്കാണ് ഈ ക്യാമ്പയിൻ്റെ സ്വഭാവം മാറിയത്. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ആലോചിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒറ്റയടിക്ക് സ്വഭാവം മാറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു കൃത്യമായ ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിനിൽ ഒറ്റയടിക്ക് സർക്കാരിൻ്റെ പരിപാടി ക്യാൻസൽ ചെയ്ത പരിപാടികൾ വീണ്ടും വരുന്നു, സ്പോൺസേഴ്സ് വരുന്നു, വീണ്ടും വേടനെ കൊണ്ട് പാടിക്കുന്നു, എന്ത് പ്രശ്നമുണ്ടായാലും വേടനെ കൊണ്ടുവരുന്നു. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യക്തമായ അജണ്ട, വേടന് പിന്നിൽ ഒരു വ്യക്തമായ അജണ്ടയുണ്ട്, വേടന്റെ വാക്കുകൾക്ക് പിന്നിൽ അജണ്ടയുണ്ട്. ഒരു ഒറ്റ കാര്യം കൂടി പറയണം. അതായത് കേരളത്തിൽ ഇതുവരെ 10 വർഷത്തിനിടയ്ക്ക് നടന്ന ദളിതുകൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളെല്ലാം എടുത്തു നോക്കൂ. അട്ടപ്പാടിയിലെ മധുവിന്റെ കേസ് എടുത്തു നോക്കൂ, വാളയാറിലെ കുഞ്ഞുങ്ങളെ, ഇടുക്കിയിലെ കുട്ടി, എല്ലാ കേസുകളും എടുത്തു. ഇപ്പൊ അവസാനം ബിന്ദുവിലേക്ക് അടക്കം ഇതിന്റെ എല്ലാം പിന്നിലുള്ളത് CPM-മാരാണ്. ഈ മധുവിനെ അതിക്രമിച്ചു പോകുന്ന CPM-മാർ അവിടെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കി മാറ്റി ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. അപ്പൊ വേടൻ പാടേണ്ടത് ആർക്കെതിരെയാണ്? ഇവിടത്തെ ഏതെങ്കിലും സവർണന്മാർ പോയിട്ടാണോ ഇവിടെ ഇവരെ അതിക്രമിച്ചത്? സർക്കാരും സിസ്റ്റവുമാണ്. അപ്പൊ ഇവിടുത്തെ സർക്കാരിന്റെ സിസ്റ്റത്തിനുമെതിരെ വേടൻ പാടുന്നില്ലെങ്കിൽ തീർച്ചയായും വേടനെ സ്പോൺസർ ചെയ്തിരിക്കുന്ന CPM-ആണ്. CPM-ഉം ചില മറ്റ് അനുബന്ധ സംഘടനകളും ചില രാജ്യവിരുദ്ധ ശക്തികളും എല്ലാം കൂടി കോൺഗ്രസ് ഇതിൽ കഥയറിയാതെ ആട്ടം എന്താ പറയാ. കോൺഗ്രസ്സുകാർക്ക് പിന്നെ ബുദ്ധിയില്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്താണെന്ന് പോലും അറിയില്ല. BJP-ക്കെതിരായ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ കണ്ടില്ലേ, ശശി തരൂർ രാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ VD സതീശന്റെ നിലപാട് നമ്മൾ കണ്ടല്ലേ, രാഹുൽ ഗാന്ധിയുടെ നിലപാട് നമ്മൾ കാണുന്നതല്ലേ. അപ്പൊ അത് കോൺഗ്രസിനെ സത്യത്തിൽ രാഷ്ട്രീയമായി പോലും കൂട്ടേണ്ട കാര്യമില്ലെന്നാണ്. വലിയ പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ബുദ്ധിയുള്ളവരോ അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കാൻ കഴിവുള്ളവരോ ആരും തന്നെ. പിന്നെ അവർക്ക് രാഷ്ട്രം പ്രധാനമല്ല, അവർക്ക് രാഷ്ട്രീയം മാത്രമാണ് പ്രധാനം. അതുകൊണ്ടാണ് ഇത്തരം വേടനെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന വേടൻ ഒരു ക്രിമിനൽ ആണെന്ന കാര്യത്തിൽ സംശയമില്ല. വേടന്റെ പിന്നിൽ ഇനി ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. അതിനിപ്പോ NR മധുവിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്ന കേസുമായി NR മധു മുന്നോട്ട് പോകണം. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കണം. എവിടെ നിന്നാണ് വേടന്റെ ആക്ടിവിറ്റീസ് എല്ലാം കണ്ടെത്താനുള്ള സംവിധാനം കേന്ദ്ര ഏജൻസികൾ ഇടപെടണം. കാര്യം പ്രധാനമന്ത്രിക്കെതിരായി കൊണ്ട് പാലസ്തീൻ എന്നല്ല ഹമാസിന് അനുകൂലമായി കൊണ്ട് ഈ രാമക്ഷേത്രത്തെ ഒളിച്ചു കടത്തിക്കൊണ്ട് ഇങ്ങനെ പല വരികളുണ്ട്. കൃത്യമായി അന്വേഷിക്കപ്പെടണം. അതെ, തീർച്ചയായും അതെ. കേന്ദ്ര ഏജൻസികൾ തന്നെ പറ്റുമെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ റഡാറിൽ എനിക്ക് തോന്നുന്നു ഉണ്ടാവും. കേന്ദ്ര ഏജൻസികളുടെ റഡാറിൽ തന്നെ ഉണ്ടാവും. ഇനി കുറച്ച് കഴിഞ്ഞൊരു ഏതെങ്കിലും ഒരു സമയത്ത് വേടൻ മറ്റൊരു കേസിൽ പിടിക്കപ്പെടുമ്പോൾ എല്ലാവരും കൂടി വേടനെ നരേന്ദ്രമോദി വന്ന് പിടിച്ചു. ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദിയിലേക്ക് വേടന്റെ വാക്കുകൾ എത്തുന്നതുകൊണ്ടാണ് അസ്വസ്ഥത. നരേന്ദ്രമോദി വേടനെ കണ്ടിട്ട് എന്ത് ചെയ്യാനാണ്? വേടൻ പറഞ്ഞിട്ട് നരേന്ദ്രമോദിക്ക് എന്തുണ്ടാവാൻ? ഒന്നും ഉണ്ടാവാനില്ല. കാരണം ഇതിന് എത്രയോ ആൾക്കാർ, ഒരു രാജ്യം മുഴുവൻ ഒന്നിച്ച് എതിർത്ത ഒരാളാണ്. ലോകരാഷ്ട്രങ്ങൾ, പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് ലോകരാഷ്ട്രങ്ങൾ അദ്ദേഹത്തിന് വിസ നിഷേധിച്ച ആളാണ്. അമേരിക്ക വിസ നിഷേധിച്ച ആളാണ്.
അദ്ദേഹം ഇതൊന്നും കണ്ടിട്ട് കുലുങ്ങുന്ന ആളൊന്നുമല്ല. അത് മാത്രമല്ല, ഈ വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയം BJP-യോ സംഘപരിവാറിനോ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. പണ്ടൊക്കെ വായനയും എഴുത്തും അല്ലെങ്കിൽ ഒക്കെ മറ്റുള്ളവരുടേതായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന ജനങ്ങളുടെ ഇടയിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന നറേറ്റീവുകൾ, അന്ന് മീഡിയാസ് ഒക്കെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ നറേറ്റീവുകൾ ഉണ്ടാക്കുന്നത് അത് വലിയ രീതിയിൽ പൊളിച്ചെടുക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും അതിനുള്ള സാധ്യതകളില്ല. ഏതായാലും വേടൻ ഒരു കൊടും ക്രിമിനൽ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ബലാത്സംഗിയായ വേടൻ, കഞ്ചാവ് അടിക്കുന്ന വേടൻ, ഈ വേടനെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല ആര് പറഞ്ഞാലും. അപ്പോൾ ഇതിനി പറയുമ്പോൾ ഞാൻ സവർണയായതുകൊണ്ട് പറയുന്നതാണ് പറയും. സവർണനായാലും ആരായാലും ഇനി നാളെ സുകുമാരൻ നായർ പോയി കഞ്ചാവ് അടിച്ചാലും എൻ്റെ നിലപാട് ഇത് തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. 100% കൃത്യമായ നിലപാടാണ് ഈ കാര്യത്തിലുള്ളത്. തീർച്ചയായിട്ടും.